PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ PSCയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പാലക്കാട് ജില്ലയിൽ LGS പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് പ്രൊഫൈലിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള LGS ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം തന്നെ ക്ലിയറായും കൃത്യമായും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അധികം ദിവസം സമയമൊന്നും അതിനുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ പാലക്കാട് ജില്ലയിലെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 നവംബർ 2-ാം തീയതി കൊല്ലം, പിന്നെ വയനാട്, കാസർഗോഡ് 3 ജില്ലകളുടെയും കൂടെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ 4 ജില്ലകൾക്ക് ഒരുമിച്ചാണ് PSC ഈ കഴിഞ്ഞ നവംബർ 2-ാം തീയതി ഈ LGS പരീക്ഷ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വളരെ ലളിതമായ ചോദ്യങ്ങളൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തന്നെയായിരുന്നു. ഇതിൻ്റെ കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്തിരുന്നു. അപ്പം നമ്മൾ 67-നും 73-നും ഇടയിലാണ് കട്ട് ഓഫ് വരാൻ സാധ്യത എന്നൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, അതായത് മീൻസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഫൈനൽ ആൻസർക്കൊക്കെ വന്നു കഴിഞ്ഞാണ്. അപ്പോൾ ഈ മാർക്ക് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും കാറ്റഗറിയും കൂടെ നിങ്ങൾ ആ കമൻസിലൊന്നിട്ടാൽ ഈ ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, LGS പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എത്രയൊക്കെ മാർക്കുള്ളവർക്കാണ് ഈ അപ്ലോഡ് മെസ്സേജ് വന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ദയവ് ഇത് നിങ്ങളത് കമൻസിലിടുക. പാലക്കാട് ജില്ലയിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത് 41,760 പേരോളാണ് അപേക്ഷ കൊടുത്തിരുന്നത് LGS പരീക്ഷയ്ക്ക്. അത് കൺഫേം ചെയ്തവരാണെങ്കിൽ 29,047 നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച്. പരീക്ഷ എഴുതിയതാണെങ്കിൽ 18,417 പേരും LGS പരീക്ഷ എഴുതിയവർ. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. എല്ലാ ജില്ലകളിലും നമുക്കറിയാം. ജൂലൈ 17-ാം തീയതി വരെ 2025 ജൂലൈ 17 വരെ ഇതിന് കാലാവധി ഉണ്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഇതുവരെ അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത് 483 ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതുവരെ PSC അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുള്ളത്. അതായത് 483 പേർക്കാണ് നിയമന ശുപാർശ കിട്ടിയിട്ടുള്ളതെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച മാർക്കും കാറ്റഗറി കമൻസിലിടുക. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് സർട്ടിഫിക്കറ്റുകളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നു ഡിഗ്രി പാസ്സാവാൻ പാടില്ല എന്ന്. അപ്പോൾ LGS പരീക്ഷയ്ക്ക് അപ്പോൾ ഡിഗ്രി പാസ്സായിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്ത് 1 ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞവരാണെങ്കിലും മറക്കാതെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.